ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ആവർത്തിച്ചിരിക്കുകയാണ് മുൻ പങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയൻ. 41 മിനിറ്റിലേറെയുള്ള പുതിയ വീഡിയോയിൽ വീണ്ടും ഗുരുതര ആരോപണങ്ങളാണ് ഉള്ളത്. ഇതിലൂടെ പറയുന്നതെല്ലാം താൻ നേരിട്ട് കണ്ട കാര്യങ്ങളാണെന്നും തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഇത് തൻ്റെ അവസാന വാക്കുകളായി കണക്കാക്കണമെന്നും എലിസബത്ത് പറയുന്നു. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ, അഥവാ ഞാൻ മരിച്ചുപോയാലോ കൊല്ലപ്പെട്ടാലോ, ഇതൊക്കെയാകും തെളിവുകളായി അവശേഷിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോ തുടർച്ചയായി ചെയ്യുന്നത്. കുറേ കാര്യങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ചെകുത്താൻ്റെ കേസിലൊക്കെ ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ പറയണം. മരിക്കുന്നതിന് മുൻപ് എനിക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ ഇഷ്ടപ്പെട്ട ആൾ പക്ഷേ ഉപകാരത്തിനല്ല, എന്നെ ഉപദ്രവിക്കാനാണ് ആ കാര്യങ്ങൾ ഉപയോഗിച്ചത്. എന്നെ മനസ്സിലാക്കാത്ത ആളുകൾ എനിക്കൊരു സിനിമാ താരത്തെ കെട്ടാനുള്ള യോഗ്യതയില്ല, കാണാൻ ഭംഗിയില്ല എന്നൊക്കെ പറയുന്നു. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. എന്നെ ചീത്ത പറയുന്ന കസ്തൂരിയെ വ്യക്തിപരമായി അറിയാം. അതുകൊണ്ടാണ് അവരുടെ നെഗറ്റീവ് കമൻറ്റുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഇവർ ഗുണ്ടായിസം വിട്ട് കൂടോത്രം തുടങ്ങിയോ എന്നാണ് എൻ്റെ സംശയം. 30 ദിവസം മുമ്പ് പിതാവിന് നെഞ്ചുവേദന വന്നു. 3 ഹാർട്ട് ബ്ലോക്ക് കണ്ടെത്തി. ഗുരുതരമായിരുന്നു. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് കിടക്കുകയാണ്. കൂടോത്രത്തിൻ്റെ പരിപാടി ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ എനിക്ക് പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞ് പലതരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. പല പൂജകളും നടത്തി. ഇല്ലെങ്കിൽ നിന്നെ ഇറക്കി വിടുമെന്ന് പറഞ്ഞിട്ടുള്ള പരിപാടികൾ വേറെയും ഉണ്ടായിരുന്നു. നിയമപരമായി ഇതിൽ മുന്നോട്ട് പോകണമെന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം എന്നെ സഹായിക്കുമെന്ന് അറിയില്ല. കേസ് കുറച്ചുകൂടി ശക്തമായിരിക്കണമെന്നാണ് അഭിഭാഷകർ പറഞ്ഞത്. അതിന് തുടർച്ചയായി ഭീഷണികൾ ഉണ്ടാകണമത്രേ. മാത്രമല്ല തെളിവുകളും വേണമെന്ന്. പീഡിപ്പിക്കുന്ന സമയത്ത് ക്യാമറ വെച്ചിരിക്കുകയല്ലല്ലോ. അടി കിട്ടുന്ന സമയത്ത് ക്യാമറ ഫോക്കസ് വെച്ചിരിക്കുകയല്ലല്ലോ. അങ്ങനെയുള്ള തെളിവുകൾ കയ്യിലില്ല. അടി കിട്ടിയപ്പോൾ പാലാരിവട്ടം സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. പക്ഷേ പരാതി എഴുതി നൽകാൻ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തില്ല. അതെൻ്റെ തെറ്റ്. വളരെ സ്വാധീനമുള്ള ആളാണ്. പണമുണ്ട്, അധികാരമുണ്ട്. ഗുണ്ടകളും പോലീസുകാരും രാഷ്ട്രീയക്കാരും വരുന്നത് കണ്ടിട്ടുണ്ട്. മോൻസൺ മാവുങ്കൽ കേസിൽ അയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് 6 മാസം മുമ്പ് ഇങ്ങേരെ ഒരു SP വിവരം അറിയിച്ചിരുന്നു. അയാളുമായുള്ള ബന്ധം അവസാനിപ്പിക്കണം, ഇനി എന്നെ വിളിക്കേണ്ട, അവരുമായുള്ള ഇടപാടെല്ലാം നിങ്ങൾ അവസാനിപ്പിക്കണം എന്നൊരു വിവരം ലഭിച്ചതായി ഇയാൾ പറഞ്ഞിരുന്നു. അതൊക്കെ സത്യമാണോ എന്നറിയില്ല. കാരണം സംസാരിക്കുന്നതിൽ 80% വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ. പൊങ്ങച്ചം പറഞ്ഞതിൽ പറഞ്ഞതാണോ എന്നറിയില്ല. പക്ഷേ ഞാനത് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കാം. ആ കേസ് നടക്കുമ്പോൾ എന്നെ വാർത്താ ചാനലുകളിലും എന്നെ കൊണ്ടുപോയി പിടിച്ചിരുത്തിയിരുന്നു. അത് എൻ്റെ ഇഷ്ടത്തിന് ഇരുത്തിയതല്ല. ഒരു പെണ്ണ് കൂടെയുണ്ടെങ്കിൽ അധികം ചോദ്യം ചെയ്യില്ല എന്ന ഒറ്റ കാര്യത്തെ തുടർന്നാണ് എന്നെ അവിടെ കൊണ്ടുപോയി ഇരുത്തിയത്. ഒരു അഭിമുഖത്തിൽ ഭാര്യയെ ഇരുത്തേണ്ടെന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു. പക്ഷേ പുള്ളിക്ക് എന്തോ പറയാൻ കിട്ടാത്ത സമയത്ത് എലിസബത്ത് കം ഹിയർ എന്ന് പറഞ്ഞത് വലിയ ട്രോളായി. അയാൾക്കുത്തരമില്ലാത്തപ്പോൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. ചില ആളുകൾ ഞാൻ ഇറങ്ങിപ്പോയിട്ടും ഗോൾഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങിപ്പോയിട്ടല്ല, ഇറക്കി വിട്ടെന്ന് പറയണം. വേറെ പല പെണ്ണുങ്ങളെയും വീട്ടിൽ വെച്ചിട്ട് എലിസബത്ത് ഗോൾഡാണ്, വിധി ഞങ്ങളെ ഒരുമിച്ചാക്കിയില്ല എന്ന് പറയുന്നു. മാനസിക പ്രശ്നമുള്ള ഒരാളുമായി ഇത്രകാലം എങ്ങനെ ഒരുമിച്ച് ജീവിച്ചുവെന്ന ചോദ്യം എന്നോടും ചോദിക്കണം. ഞാൻ ഡിപ്രഷന് മരുന്നെടുക്കുന്നുണ്ടെന്നത് സത്യമാണ്. സൈക്യാട്രിസ്റ്റിനെ കാണുന്നതുമുണ്ട്. കല്യാണം കഴിഞ്ഞ സമയത്ത് MBBS കഴിഞ്ഞില്ലേ, MDക്ക് പോകുന്നില്ല എന്ന് പലരും ചോദിക്കുമ്പോൾ അവൾ MBBS ഫൈനൽ ഇയർ തോറ്റു എന്നാണ് പറയാറ്. ആദ്യത്തെ തവണ പോകുന്നില്ല, പുള്ളിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു അടിയാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ ഞാനൊന്നും മിണ്ടാറില്ല. ഞാൻ തോറ്റിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാം. ഇനി എൻ്റെ ജോലി പോയാലും വീട്ടിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അത്യാവശ്യം ജീവിക്കാനുള്ള വക എൻ്റെ വീട്ടിലുണ്ട്. എന്നെ അറസ്റ്റ് ചെയ്താൽ ഇവിടെ തിരഞ്ഞെടുപ്പ് പോലും നടക്കില്ല എന്ന് പുള്ളിക്കാരൻ പറയാറുണ്ട്. ഫണ്ട് വരില്ല എന്ന് പറയും. എനിക്കറിയില്ല അയാൾക്ക് എവിടെ നിന്നാണ് ഫണ്ട് വരുന്നതെന്ന്. അതിൻ്റെ സത്യം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇറങ്ങിയ ശേഷം ഒരു പെണ്ണിനെ വീട്ടിൽ വിളിച്ച് കയറ്റിയ കേസുണ്ട്. അത് പിന്നീട് പറയാം. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങേരുടെ അപ്പൻ്റെ സ്വത്തെല്ലാം വിറ്റു. അതിൽ 10-20 കോടി വന്നിട്ടുണ്ടെന്നാണ് കേട്ടത്. 6 കോടിയിലേറെ വൈറ്റ് മണിയായും ബാക്കി ബ്ലാക്ക് മണിയായുമായും വന്നതാണ് കേട്ടുകേൾവി. അതിൽ1 കോടി ഇങ്ങേരുടെ എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടുപിടിക്കുന്ന ഒരു ഡോക്ടറുടെ കയ്യിലും കുറച്ച് കാശ് ഇങ്ങേരുടെ ഒരു സുഹൃത്തിൻ്റെ ഗസ്റ്റ് ഹൗസിലും കൊണ്ടുവച്ചിട്ടുണ്ടെന്നും ഒരു കാർ എടുത്തു എന്നുമാണ് കേട്ടുകേൾവി. ഇയാളുടെ കാല് മസാജ് ചെയ്യാൻ വന്ന ഒരാളുടെ മുൻപിൽ വെച്ച് പല കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് ബലം പ്രയോഗിച്ചു. അന്നാണ് എൻ്റെ ആത്മഹത്യാ ശ്രമം നടന്നത്. അത് ആദ്യം ഇങ്ങേരുടെ അമ്മയോട് പറഞ്ഞു. അമ്മയോട് പറഞ്ഞപ്പോൾ ദേഷ്യത്തിൽ ഫോൺ എടുത്ത് മുഖത്തേക്കെറിഞ്ഞു. മുഖം വെട്ടിച്ചപ്പോൾ ഫോൺ പിന്നിലെ ഷെൽഫിൽ കൊണ്ട് അതിൻ്റെ ചില്ല് പൊട്ടി കഷ്ണങ്ങൾ എൻ്റെ കണ്ണിൽ കൊണ്ടു. ഇതൊക്കെ കേട്ട് ആ അമ്മ പറഞ്ഞത് അവനൊരു സിനിമാ നടനല്ലേ എന്ന്. എന്നിട്ടും നാണമില്ലാതെ എൻ്റെ വീട്ടിലും വിളിച്ചു പറഞ്ഞു. ആർക്കെങ്കിലും ഷേക്ക് ഹാൻഡ് കൊടുത്താൽ മുഖത്തടി. അടി കിട്ടിയാൽ 5-6 സെക്കൻഡ് ഗ്രേ കളറാണ് കണ്ണ് തുറക്കാൻ കാണാനാകുക.
ഞാൻ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് കോളുകളും പല മെസ്സേജുകളും കണ്ടിട്ട് ഞാൻ ചോദിച്ചിരുന്നു. ഞാൻ എൻ്റെ കുട്ടിയെപ്പോലെ തന്നെ കാണുന്ന ഒരാളാണ്. അനാഥയാണ്, ആ കുട്ടിക്ക് വട്ടാണ് എന്നൊക്കെ മറുപടിയായി പറഞ്ഞു. സ്ത്രീകൾക്കെല്ലാം വട്ടാണെന്ന് അയാൾ നേരത്തെ ചാപ്പ കുത്തിയതാണ്. ഞാൻ എടുത്തു വളർത്തിയ കുട്ടിയാണ്, അതുകൊണ്ടാണ് റിപ്ലൈ ചെയ്യുന്നതെന്നും പറഞ്ഞു. കുട്ടിയെ എങ്ങനെയാണ് കാണുന്നതെന്ന് നമ്മൾ ഇപ്പോൾ കണ്ടു. ഭ്രാന്താണെന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടിരുന്നു. അപ്പോൾ ഞാൻ കുന്നംകുളത്താണ്. രാത്രി 3 മണിക്ക് ഇയാളുടെ ഫോൺ കോൾ. ചോര ഛർദ്ദിച്ച് കിടക്കുകയാണ്. നീ വന്നില്ലെങ്കിൽ ഞാൻ മരിക്കും, കാത്തിരിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഇയാൾ ആ സമയത്ത് എല്ലാ പെണ്ണുങ്ങളെയും വിളിച്ചു. എങ്ങാനും ചത്തുപോയാൽ തലയിലാകുമെന്ന് കരുതി ഒരു പെണ്ണ് പോലും തിരിഞ്ഞു നോക്കിയില്ല. എന്നിട്ടും ഞാൻ പോയി അയാളെ ശുശ്രൂഷിച്ചു. ഒരു പണിക്കാരിയെയാണ് അയാൾക്ക് വേണ്ടിയിരുന്നത്. പണിക്കാരുടെ കൂലിയെങ്കിലും തരാമായിരുന്നു. ഭാര്യ ഫ്രീ കോസ്റ്റ് ആണല്ലോ, എന്തു തെണ്ടിത്തരവും ചെയ്യാം. നിയമപരമല്ലെന്ന് പറഞ്ഞ് ഇറക്കി വിടാനും പറ്റും. എന്നിട്ട് ചില മാലാഖമാർ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരും. പുതിയ ഭാര്യയെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. പല ആളുകളും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഞാൻ ഉള്ള സമയത്ത് പുള്ളിക്കാരിയില്ല. ഞാൻ പോയി കഴിഞ്ഞ ശേഷം വേറൊരു പെൺകുട്ടിയെ അവിടെ നിർത്തിയിരുന്നു. അവരുമായുള്ള ലീലാവിലാസങ്ങൾ അടുപ്പമുള്ള ചിലർ അറിയിച്ചിരുന്നു. അത് കഴിഞ്ഞ് വേറെയൊരു പെണ്ണ് വന്നിരുന്നു. അവരൊക്കെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഇറക്കി വിട്ടുവെന്നും നിങ്ങളുടെ സ്റ്റാൻഡേർഡ് നിങ്ങൾ അറിയണമെന്നും നിങ്ങൾ ഏത് നിലയിലാണ്, ഞാൻ ഏത് നിലയിലാണെന്ന് അറിയണമെന്നും അവരോട് പറഞ്ഞു എന്നാണ് കേൾക്കുന്നത്. അത് കഴിഞ്ഞ് വന്നയാളാണ് ഈ പുതിയ ലേഡി. ഞാൻ മരുന്ന് മാറിക്കൊടുത്തതൊക്കെ അവരെങ്ങനെ കണ്ടു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മരുന്ന് തെറ്റിക്കൊടുത്ത കഥയൊക്കെ ഇയാൾ മുമ്പും പറയുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാൻ ഇയാളുടെ അടുത്ത സുഹൃത്തായ ഒരു നടനോടും ചേച്ചിയോടും പറഞ്ഞു. സത്യാവസ്ഥ ഞങ്ങൾക്കറിയാം. ഇനിയൊരു പെണ്ണും അവൻ്റെ വീട്ടിൽ കയറില്ല, എലിസബത്ത് മാത്രമാണ് ഭാര്യ എന്നൊക്കെ പറഞ്ഞുള്ള അവരുടെ മെസ്സേജ് എൻ്റെ കയ്യിലുണ്ട്. പുള്ളിയുടെ വീട്ടിൽ കയറുന്നതിന് മുൻപ് എങ്ങനെ എന്നെ ഇറക്കി വിടണമെന്ന് പദ്ധതിയിട്ട ആളാണ് അയാൾ. എന്തും വളച്ചൊടിക്കും. പുതിയ ഭാര്യ എന്നെക്കുറിച്ച് പറയുന്നത് കള്ളമാണ്. എന്നെ കാണാത്ത പെണ്ണ് എങ്ങനെ ഈ മരുന്നിൻ്റെ കാര്യം കണ്ടുപിടിച്ചു എന്നറിയില്ല. ഞാൻ പോയ ശേഷം 2 പെൺകുട്ടികൾ അവിടെ വന്ന് നിന്നു പോയിട്ടുണ്ട്. അവരെ ചതിച്ചു വിട്ടിട്ടുമുണ്ട്. പുതിയ ഭാര്യയെ ഫോണിലൂടെയും വാട്സപ്പ് മെസ്സേജിലൂടെയും മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഇതൊരു തമാശയല്ല. മരിച്ചു പോകുന്നതിന് മുമ്പുള്ള അവസാന മൊഴിയെടുക്കില്ലേ, അതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നതെന്ന് കരുതിയാൽ മതി. ബ്ലാക്ക് മാജിക്കും ഗുണ്ടായിസവും ഒക്കെ ഉള്ളിടത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നറിയില്ല എന്നും എലിസബത്ത് പറയുന്നു.